ആമീൻ. ഈ ഇടവകയുടെ വികാരിയും എന്നെ ഏറെ സ്നേഹിക്കുകയും പല കാര്യങ്ങളിലും സ്നേഹത്തോടെയും ഔദാര്യത്തോടെയും എന്നോട് പെരുമാറുകയും എല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ, എൻ്റെ സഹോദര വൈദികർ, പ്രിയപ്പെട്ട പോളച്ചൻ, സെമിനാരിയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച പ്രിയപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ, പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകരെ, സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഇടവകയുടെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളായ ശിശു സഹൃദയന്മാരുടെ പെരുന്നാളിൽ സംബന്ധിക്കുവാനിടയാക്കിയത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. പെരുന്നാളുകളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കടന്നു പോകുവാനും ചില തീരുമാനങ്ങൾ എടുക്കുവാനും എല്ലാമുള്ള ഒരു സമയം കൂടിയാണ് ഒരു പെരുന്നാൾ എന്നുള്ളത്. പ്രത്യേകിച്ച് ശിശു സഹൃദയന്മാരുടെ പെരുന്നാളിന് നാം കരുതുന്നതിനപ്പുറമായ ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ പ്രൊമിയോനിൽ വായിച്ചു കേട്ടതുപോലെ, പ്രഭാതത്തിലെ പ്രൊമിയോൻ സദ്രായിൽ വായിച്ചു കേട്ടതുപോലെ, നിന്നെ പ്രതി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ശിശുക്കളെ ഓർത്താണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത്. യേശു തമ്പുരാൻ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈ ലോകത്തെ എല്ലാവരെയും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ചുമതല ലോകരക്ഷകന്റെ കരങ്ങളിലാണ് എന്ന ബോധ്യത്തോടെ അവൻ ഇവിടേക്ക് വരുമ്പോൾ അവനെ പ്രതി മരിച്ച ധാരാളം ശിശുക്കൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ കർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന വലിയ വേദനകളിലൊന്ന് അവനെ പ്രതി മരിച്ച ഈ ശിശുക്കളെക്കുറിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെയൊക്കെ ചെറിയ ജീവിതമാണ്. അന്നത്തെ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ, പാലസ്തീനിലും ഇസ്രായേലിലുമൊക്കെ ധാരാളം ശിശുക്കൾ ഇന്നും അവരുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായൊരു കാര്യവുമാണ്. എന്താണ് ഒരു ശിശുവിൻ്റെ അന്ത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യവുമാണ്. ഒരു ശിശു ഇവിടെ മരിക്കുമ്പോൾ ഒരു തലമുറ ഇവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ ഈ ലോകത്ത് ജീവിക്കുവാൻ വലിയ സൗഭാഗ്യം ലഭിച്ചത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളെങ്കിലും മറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കണമെന്നും എൻ്റെ തലമുറ ഇവിടെ നിലനിൽക്കണമെന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ബോധ്യത്തോടെ എൻ്റെ അടുക്കൽ വരുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ബോധ്യമുള്ള മാതാപിതാക്കന്മാർ, പൂർവ്വപിതാക്കളും പൂർവ്വമാതാക്കളും ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഞാനുമെല്ലാം ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കാൻ ഇവിടെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ട എന്ന തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സുന്ദരമായ ലോകത്ത് ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ഇവിടെ കൂടുമ്പോൾ, പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞു പോയ തലമുറകളോട്, നമ്മുടെ പൂർവ്വപിതാക്കളോടും മാതാക്കളോടും എല്ലാം സമർപ്പിക്കേണ്ട, അവരുടെ മുന്നിൽ സമർപ്പിക്കേണ്ടതായ ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ തലമുറകളെല്ലാം കൈമാറി ജീവിതം ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. അത് അവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായി തന്നെ അടുത്ത തലമുറകളെ നിലനിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പലപ്പോഴും മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുമ്പോൾ, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കടുത്തൊരു തലമുറ വേണ്ട എന്ന് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം,
ഈ ഒരു നേർരേഖയുണ്ടല്ലോ, ദൈവത്തിൽ നിന്ന് നമ്മൾ വരെ എത്തിയിരിക്കുന്ന ഒരു നേർരേഖ, അത് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതിന് നമുക്ക് അവകാശമുണ്ടോ? ശിശുക്കൾക്ക് ജന്മം കൊടുക്കാതിരിക്കുവാൻ, ശിശുക്കളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ? ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനൊരു അവകാശം തന്നിട്ടില്ല. അങ്ങനെയുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു അവകാശം മാത്രമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതിനിടയിലാണ് ഈ ശിശുക്കൾ, ധാരാളം ശിശുക്കൾ, ഒരു വലിയ തലമുറ ഒരുമിച്ച് കർത്താവിനെ പ്രതി തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. നമ്മളൊന്ന് ആലോചിച്ച്, എത്ര ഭാഗ്യമുള്ള ആളുകളാണ് നമ്മൾ. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശിശുക്കൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിശുക്കൾ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറയെല്ലാം വളരെ സന്തോഷത്തോടെ വലിയ അല്ലലും അലച്ചിലുമൊന്നും കൂടാതെ ഇവിടെ ജീവിക്കുകയാണ്. ഭയത്തിൻ്റെ ഒരവസ്ഥയും ഇല്ലാതെ നാം ജീവിക്കുകയാണ്. ജീവശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, കാനിബോളിസം എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ചില ചെറുജീവികൾ, അവർ വളരെ സൗമ്യരാണെങ്കിൽ പോലും അതിൻ്റെ മക്കളെ തിന്നുന്ന ചില ജീവികളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊരു വലിയ പഠനം നടത്തി. പ്രത്യേകിച്ച് ചില ജീവികളിൽപ്പെട്ട ഒന്നാണ് ഈ മുയലുകൾ. കാണുമ്പോൾ വളരെ ശാന്തരായ മൃഗങ്ങളാണ്. പക്ഷേ പെറ്റിട്ടതിന് ശേഷം ചില അതിൻ്റെ മാതാപിതാക്കൾ തന്നെ ഈ ശിശുക്കളെ അത് കഴിക്കുന്നതിനെക്കുറിച്ചാണ്, കാനിബോളിസം എന്നൊരു പ്രതിഭാസം ജന്തുലോകത്ത് അങ്ങനെ നിലനിൽക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഒരു പഠനം നടത്തി ഒരാൾ പറയുകയാണ്, ഒരു ഡോക്ടർ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയുണ്ടായി. എന്തുകൊണ്ടാണ് ശിശുക്കളെ ഈ മൃഗങ്ങൾ, അതിൻ്റെ തള്ള അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് ഒക്കെ ഭക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ ഞാൻ ജന്മം കൊടുത്ത ഈ വസ്തു, ഇത് ഈ ലോകത്ത് ജീവിച്ചാൽ അപകടകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുമെന്നും അതിന് ഈ ലോകത്തോട് പടവെട്ടി നിൽക്കുവാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങൾ അവർ കണ്ടെത്തുമ്പോൾ അവർ മനഃപൂർവ്വം ഈ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മൃഗങ്ങളുടെ ഇടയിൽ പോലും നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്മമാരായവർ, അതിൻ്റെ പിതാക്കളായവർ ഒരു മൃഗമാണെങ്കിൽ പോലും അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിലതൊക്കെ അംഗവൈകല്യമുണ്ടായി ഇതിനോട് പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിയില്ല എന്നുള്ളതുങ്ങളെയും അതുങ്ങൾ കൊന്നുകളയുന്നു എന്നാണ് അദ്ദേഹം അതിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം. നമ്മളൊന്ന് ആലോചിക്കണം, എത്ര അരക്ഷിതമായൊരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറ എത്ര അരക്ഷിതമായ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അരക്ഷിതാവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിച്ച് ഒരു കുറവും കൂടാതെ നമ്മെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള വലിയ അവകാശം ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് നമ്മുടേത്. ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളോടൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. അടുത്ത ഒരു തലമുറയെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അമ്മ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പെരുന്നാളിന് പോകുന്ന ഒരു സംഭവം നമുക്കറിയാം. ഒരു ദിവസത്തെ വഴി നടന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് എൻ്റെ കുഞ്ഞ് കൂടെയില്ല എന്നുള്ളത്. അതിനുശേഷം അവൾ തിരികെ പോവുകയാണ്. അവർ തിരികെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അവൾ വളരെ സാധാരണ രീതിയിൽ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മകനെ നീ എന്താ ഇങ്ങനെ ഞങ്ങളോട് പ്രവർത്തിച്ചത്? നിൻ്റെ പിതാവും ഞാനും ഏറെ വേദനിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചില ധൈര്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം വഴി നടക്കുന്നത് വരെ അവനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവൾക്ക് സാഹചര്യം ഉണ്ടാകാതിരുന്നത് കൊണ്ടല്ല, അവൾക്ക് കൃത്യമായിട്ട് തൻ്റെ മകനെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ മകൻ എവിടെ വരെ പോയാലും പരിധിക്കപ്പുറത്ത് കടന്നു പോകില്ല എന്നും തൻ്റെ മകൻ അവനെ വളർത്തിയെടുത്തത് താനാണെന്നും താൻ എന്താണോ അവന് കാണിച്ചു കൊടുത്തത് ആ നല്ല വഴിയിലൂടെ തന്നെ അവൻ യാത്ര ചെയ്യുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നൊരമ്മ. ഞാൻ ശിശുവിൻ്റെ കാര്യമാണ് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ അമ്മയ്ക്കുണ്ടായൊരു ധൈര്യം, എൻ്റെ മകൻ എൻ്റെ കൈവിട്ട് പോകില്ല എന്നുള്ളതാണ്.
ഇവൻ ഈ ലോകത്തേക്ക് എന്ത് ഉദ്ദേശത്തിലാണോ അവൻ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് അതിൻ്റെ പരിപൂർണതയിൽ അവൻ എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള ഒരമ്മ. ആ അമ്മ മകനെ കാണുമ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അമ്മയ്ക്ക് അത്രമാത്രം ധൈര്യം കിട്ടിയത് എവിടെയാണ് എന്നുള്ളത് ഇന്നത്തെ ദിവസം നാം വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. എൻ്റെ മകൻ കൈവിട്ടു പോയി എന്ന്, എൻ്റെ മകൻ ഈ ലോകത്തു നിന്ന് കൈമാറിപ്പോയി എന്നെല്ലാം പറയുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവുന്നു. ഞാൻ ഈ 2 ദിവസമായിട്ട് വളരെ വേദനയിലാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഇടവകയിലെ, കോതമംഗലം ചെറിയപള്ളി ഇടവകയിലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ മകൻ, അവനൊരു വലിയ ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ വലിയ ധൈര്യമൊക്കെ ഞങ്ങൾക്ക് തോന്നിയിരുന്ന എൻ്റെ സുഹൃത്ത്, അവൻ ഓരോ ദിവസവും വൈകുന്നേരം വിളിച്ചിങ്ങനെ വളരെ സങ്കടത്തോടെ കരയുകയാണ്. എൻ്റെ മകൻ്റെ അവസ്ഥ എന്താണ് എന്നെനിക്കറിയില്ല. ഏതാനും ദിവസങ്ങളായി വെന്റിലേറ്ററിൽ കിടക്കുന്നു. തൻ്റെ മകനെക്കുറിച്ചുള്ള വലിയ വേവലാതിയാണ്. ഈ ഒരു ഒഴുക്കിൽ കുടുംബം നിലനിർത്തുവാനുള്ള, അടുത്ത തലമുറയായി വരാനുള്ള, ദീർഘകാലത്തേക്ക് പല തലമുറകളായി നിലനിൽക്കേണ്ടവൻ ഇന്ന് മരണശയ്യയിൽ കിടക്കുകയാണ്. കൃത്യമായി കാണാവുന്ന ഒരു സാഹചര്യമൊന്നുണ്ടായിട്ടും അയാളുടെ അദ്ദേഹത്തിൻ്റെ വേദന എൻ്റെ മനസ്സിൽ എല്ലാ സമയത്തും ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ശിശുക്കളെ വധിച്ച് കളഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ അമ്മമാർ അനുഭവിച്ച വേദന എത്രയാണ്? ആ അമ്മമാർക്ക് എങ്ങനെ തങ്ങളുടെ മക്കളുടെ ഇല്ലായ്മ, അവർ തൻ്റെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കുവാൻ എത്രമാത്രം അമ്മമാർക്ക് സാധിച്ചു? എങ്ങനെ ആ അമ്മമാർക്ക് സാധിച്ചു? വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതിഭയങ്കരമായി നന്ദികൾ സമർപ്പിക്കുവാനുള്ള ദിവസമാണിത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കയ്യിൽ തന്നിട്ടുണ്ട്. അവരെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എൻ്റെ മകൻ എവിടെ വരെ പോയാലും അവൻ പരിധി വിട്ട് പോകില്ല എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ചുമതല ഇന്നത്തെ ദിവസം എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അവിടെയാണ് അമ്മയുടെ ധൈര്യം കാണിക്കേണ്ടത്. അവിടെയാണ് ഒരു പിതാവിൻ്റെ ധൈര്യം കാണിക്കേണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുന്നുള്ള ബോധ്യത്തോടെ അവരെ വളർത്തിയെടുക്കുവാനുള്ള ഗൗരവതരമായ ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. രണ്ടാമത്തെ ഒരു ദിവസം എൻ്റെ കൊച്ചുമക്കളോടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര സൗഭാഗ്യമുള്ളവരാണ്. യാതൊരു തരത്തിലുമുള്ള അല്ലലും അലച്ചിലുമില്ലാതെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ കാത്തു പരിപാലിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പൊതുവിൽ ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റ് സൗകര്യങ്ങൾക്ക് ഏതെങ്കിലും കുറവുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഏറ്റവും സ്നേഹമുള്ള അപ്പനും അമ്മയും ഒക്കെ കൂടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ബന്ധുമിത്രാദികളുടെ അടുപ്പം കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയും ഏതെങ്കിലുമൊക്കെ സമയത്ത് നാം വഴിതെറ്റിപ്പോയാൽ ധാരാളം കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ആ ഒരു സമൂഹത്തിലുമാണ് എനിക്ക് ദൈവം തമ്പുരാൻ ഇത്രമാത്രം സൗഭാഗ്യം തന്നിരിക്കുന്നുള്ള ബോധ്യം എൻ്റെ കൊച്ചുമക്കൾ ഓരോരുത്തരും ആലോചിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരും വാർത്തകൾ കാണുന്നവരുമാണ്. എത്രയോ കുഞ്ഞുങ്ങളാണ് ആശുപത്രികളിൽ, പ്രത്യേകിച്ച് വലിയ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളാണ്. അവരുടെ കണ്ണുനീരും ഒരു നേരം ഭക്ഷണത്തിന് വകയില്ലാതെ അവർ ജീവിക്കുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിനോട് കണ്ണടച്ച് നിൽക്കുകയല്ല, അതിനെതിരായി നിൽക്കുകയല്ല, മറിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങൾക്ക് ലഭിച്ചത് കേവലമായ സാഹചര്യം കൊണ്ട് ലഭിച്ചതല്ല എന്നും തങ്ങളുടെ മാതാപിതാക്കളും തങ്ങളുടെ പ്രിയപ്പെട്ടവരും കൂടെ നിന്നവരുമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്കിന്നും ഒരു കുറവും കൂടാതെ ഞങ്ങളിങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നുള്ളൊരു ബോധ്യം എൻ്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും ഉണ്ടാകണം എന്നുള്ളൊരു റിക്വസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതോ നിങ്ങളുടെ പഠനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീതിപൂർവമായി സ്വീകരിക്കുവാനുള്ള മനസ്സ് നിങ്ങൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കഴിഞ്ഞ തലമുറയെക്കാളൊക്കെ അവരുടെ ബൗദ്ധികമായ വളർച്ച ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. ചിന്താശേഷി കൂടുതലുള്ളവരാണ്, കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ പഴയ തലമുറ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കുകയോ അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുകയോ നീതിപൂർവമായി അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പൊതുവിൽ സമൂഹത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ്. ഇവരെല്ലാം കൈപിടിച്ച് വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ജീവിതം പെട്ടെന്ന് കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, എൻ്റെ സഹോദരൻ, എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരൻ, അവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കുണ്ടാകുന്നൊരു വേദന എന്താണെന്നുള്ളത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ വേദന എന്താകും? അവൻ്റെ കൂടെ കളിച്ച് വളരേണ്ട കുഞ്ഞുങ്ങൾ, അവൻ്റെ ബന്ധുമിത്രാദികൾ, അവൻ്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ അവനെ പ്രതി ജീവിതം അവസാനിപ്പിച്ച് ഒരു തലമുറ മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. അതിനേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ആരുണ്ടാകും? ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ഈ പോളച്ചനെയും ആൻഡ്രൂസ് അച്ഛനെയും ജോസഫ് അച്ഛനെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നും ഒന്നും കാണുന്നില്ല, പക്ഷേ കാണുന്ന സമയങ്ങളിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന പരസ്പരമുള്ളൊരു ബന്ധമുണ്ടല്ലോ. നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയാതെ പറയുന്ന ചില ബന്ധങ്ങളുണ്ട്. ഞാൻ സജി സാറിനെ ഓർക്കുകയാണ്. സജി സാറ് ഈ പെരുന്നാളിൽ വരണമെന്ന് ഇതിനു മുമ്പൊക്കെ പലതവണയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരുമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ വിളിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചില ബന്ധങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും തിരക്കിനിടയിൽ ബന്ധങ്ങളൊക്കെ മറന്നു പോകേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഒന്നാണെന്നും നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. കർത്താവിൻ്റെ മനസ്സിലുണ്ടായ വലിയ വേദന അതാണ്. നിങ്ങൾ എന്നെ പ്രതിയാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചത്. ഞാൻ ലോകരക്ഷകനായി എന്നെ പിതാവാം ദൈവം ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ, ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, ആ ദൗത്യത്തിൽ കൂടെ നിൽക്കുവാൻ ഞാൻ വളരുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ചവർ നിങ്ങളാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ കൂടെയുള്ളവൻ ഒരാൾ എന്നിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ എന്നെ കരുതുന്നവൻ എന്നെ പ്രതി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, ഈ ദിവസം ആർഭാടങ്ങളുടെ എല്ലാം അപ്പുറമായി ഇവരുടെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നിഷ്കളങ്ക മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഇടത്തേക്ക് നമ്മൾ ഓടി വരുമ്പോൾ, ഇന്ന് ഈ ശിശു സഹോദരന്മാർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, അവരുടെ സാന്നിധ്യം ഈ ഇടവകയെ നയിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, പ്രത്യേകിച്ച് അടുത്ത തലമുറയെ കൈപിടിച്ച് വളർത്തുമ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനകൾ ഈ മക്കളോടൊപ്പം ഉണ്ടാകണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് ശ്രേഷ്ഠമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. 2-3 കൊച്ചു കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമുള്ളപ്പോൾ ആ തലമുറയെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നീതിപൂർവമായി ഏറ്റെടുത്തേ മതിയാവൂ. അവരെ ഭംഗിയായി വളർത്തിക്കൊണ്ടുവരുവാനും അവരെ നിലനിർത്തുവാനും അടുത്ത തലമുറകൾ ദീർഘകാലമുള്ള യാത്രയിൽ തലമുറകളുടെ ഒരു ഭാഗമായി തീരുവാനും അവരെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം അത് മാതാവിനും പിതാവിനും ഒരുപോലെ ഉണ്ട് എന്നുള്ളതും, അതിലൊരു വീഴ്ച വരുവാൻ ഇടയാകരുത്. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം നികത്തി മക്കളുടെ കൈപിടിച്ച് നടക്കണമെന്നുള്ളതാണ്. രണ്ടാമത് സൂചിപ്പിച്ചത് എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ചാണ്. ഈ പരിശുദ്ധ മദ്ബായിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ കൊച്ചനുജന്മാരും അനുജന്മാർ വളരെ മനോഹരമായി അവരിവിടുത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ തൊട്ട് താഴെയുള്ള തലമുറയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ശ്രേഷ്ഠരായി ഇതിൻ്റെ ഭാഗമാവുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ വിളിയോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ, നിങ്ങളുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, ഭൗതികമായ പല കാര്യങ്ങളിലും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാം. ആ പ്രലോഭനങ്ങളുടെ എല്ലാം നടുവിൽ നിൽക്കുമ്പോഴും സന്തോഷത്തോടെ നിൽക്കാൻ നിങ്ങൾക്കാകണം. ഈ ഇടവകയ്ക്ക് പൊതുവായ ഒരു ദൗത്യമുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അടുത്ത തലമുറയോട് കൂടെ നിൽക്കുവാനുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ഈ ഇടവകയ്ക്കാവണം. ശിശു സഹോദരന്മാരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് അതിന് അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഗ്രഹം ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച്